ഓക്കെ, വീണ്ടും ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ചോദ്യം വായിച്ചു നോക്കിക്കോ. ഇറ്റ്സ് അബൌട്ട് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ കമ്പറൈസിങ് ടു ചാർജസ് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ, പ്ലസ് ക്യൂ മൈനസ് ക്യൂ, മാസ് എം, separated by a distance d, and initially at rest with its dipole moment pointing along the x direction, positive x direction. Uniform electric field EJ, y direction, is turned on at time t equal to 0, and it is turned off at t equal to tf after some time turned off when the dipole moment makes an angle theta with the x-axis. ആലോചിച്ച് നോക്കിക്കോ, ഒരു ഡൈപോൾ അത് ഇങ്ങനെ ഇരിക്കുന്നു. ഡൈപോൾ അതിൻ്റെ നെഗറ്റീവ് ചാർജ് ഇവിടെയാണ്, പോസിറ്റീവ് ചാർജ് ഇവിടെയാണ്. ഈ ആരോ മാർക്ക് അതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ആണ്. ഇത് എക്സ് ഡയറക്ഷൻ ആണ്. ചാർജ് ക്യൂ മൈനസ് ക്യൂ ഡിസ്റ്റൻസ് ഡി. അപ്പോൾ ഡൈപോളിൻ്റെ മൊമെൻ്റ് കണ്ടുപിടിക്കാൻ ക്യൂ ഇൻറ്റു ഡി ചെയ്താൽ മതി. ക്യൂ ഡി ആണ് ഡൈപോൾ മൊമെൻ്റ്. ഇത് റെസ്റ്റിലിരിക്കുന്നു, നോ മോഷൻ, നത്തിങ്. പെട്ടെന്ന് വൈ ഡിറക്ഷനിൽ ഒരു ഫീൽഡ് അങ്ങ് ഓണാക്കി. ട്യൂ. Positive charge will move in the direction of y. Negative charge will move in the opposite direction. Net force on the dipole will become 0. Upward, downward. QE minus Q. Net force 0 ആണ്. അപ്പം center of mass force 0 ആണ്. So, will this move up or down? It will not. അത് അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. But what will happen? Due to the force, there will be a torque. A torque ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. So, there will be an acceleration. ആക്സലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആംഗിൾ എത്തിയപ്പോഴേ ഈ ഫീൽഡ് അങ്ങ് ഓഫാക്കി കളഞ്ഞു. ഫീൽഡ് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ഫോഴ്സ് ഇല്ലല്ലോ. ഫോഴ്സ് ഇല്ല, പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇത് അതേ ആംഗുലർ വെലോസിറ്റിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഓഫ് ചെയ്യുന്നത്, ആ പോയിന്റിൽ അതിന് കിട്ടുന്ന ആംഗുലർ വെലോസിറ്റി വെച്ച് പിന്നെ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നോ ട്രാൻസ്ലേഷൻ, നെറ്റ് ഫോഴ്സ് ഇല്ലല്ലോ. ഇതാണ് ചോദ്യം. ഇനി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us draw the dipole. ഡൈപോൾ ഇങ്ങനെയാണ്. നെഗറ്റീവ് ചാർജ് ഇവിടെ, പോസിറ്റീവ് ചാർജ് ഇവിടെ. ഇതാണ് വൈ ആക്സിസ് എന്ന് വിചാരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്ക് അപ്ലൈ ചെയ്തു. സോ ദിസ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ദിസ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ക്യു ഇ. ദിസ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ക്യു ഇ. നെറ്റ് ഫോഴ്സ് equal to 0. Therefore, acceleration of the center of mass എത്രയാണ്? 0 ആണ്. See, center of massന്റെ acceleration 0 ആണെങ്കിൽ velocity of the center of mass finally equal to velocity of center of mass initially. And initially അത് 0 ആണ്. So, finally അത് 0 ആയിരിക്കും. So, it will not move. The center of mass of the dipole is deflected towards J എന്ന് പറയുന്നത് തെറ്റാണ്. Center of mass will remain same thing. But there is a torque acting on it. What is the torque acting on it? Let me calculate the dipole moment first. Dipole moment is charge into distance ആണ്, Q into D ആണ്. ടോർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് PE sin theta ആണ്, Q into D into E into sin theta. There is a torque acting on it. And due to the torque, this will rotate. അത് റൊട്ടേറ്റ് ചെയ്തിട്ട് വേറൊരു പൊസിഷനിലേക്ക് വരും. I am marking that position like this. അത് ഇങ്ങനെ ഒരു ആംഗിളിലേക്ക് വന്നു. ദാറ്റ് മീൻസ് പോസിറ്റീവ് ചാർജ് ഇവിടെ വന്നു, നെഗറ്റീവ് ചാർജ് ഇവിടെ വന്നു. ഈ ആംഗിൾ വിത്ത് എക്സ് ആക്സിസ് ഈസ് ടേക്കൺ ആസ് തീറ്റ. Okay, see, when initially what is the angle between the dipole moment and the electric field? That is 90 degree. So that tells you that initial potential energy equation എന്താണ്? That is minus P minus Q into D into E into cos theta. Initially theta 0 അല്ലേ? ഇനീഷ്യലി തീറ്റ 90 അല്ലേ? ഇനീഷ്യലി തീറ്റ 90 ആയതുകൊണ്ട് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 0 ആണ്. ബട്ട് വാട്ട് ഈസ് ദ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി? ദാറ്റ് ഈസ് മൈനസ് ക്യൂ ഡി ഇ കോസ് തീറ്റ ഫൈനൽ ആണ്. മൈനസ് കോസ് തീറ്റ ഫൈനൽ ആണ്. Now there is a change in potential energy. What is the change in potential energy? Change in potential energy is equal to Q into dE
cos theta. Oh, there is a small thing. The thing is, listen, there is a point in potential energy in this case. Okay, what is the angle between the dipole moment and the electric field? You want the angle between the dipole moment and the electric field everywhere. So theta is not the right thing. Please note that point. The theta marked in the question is between the dipole moment and the x-axis. So wherever you have this theta, I am making a correction in that one. Please note, wherever I am writing this theta, it should be 90 minus theta. This angle. This is 90 minus theta. So this must be 90 minus theta, and this must be 90 minus theta. Okay. So the energy equation will be minus QDE sin theta. Okay, so what is the initial energy? Initially theta will be 0. Initially theta is 0. See, the dipole moment and the electric field is making 90 degree, but the theta given in the question is 0. Initially potential energy will become 0. Energy വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നമ്മൾ ആംഗിൾ എടുത്തപ്പോൾ പറഞ്ഞപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഡൈപോൾ മൊമെന്റ് ഹൊറിസോണ്ടൽ ആയിരുന്നു, ഫീൽഡ് വെർട്ടിക്കൽ ആണ്, ആംഗിൾ 90. പക്ഷേ നമ്മളോട് പറയുന്ന തീറ്റ എക്സ് ആക്സുമായിട്ടാണ്, അത് ഇനീഷ്യലി തീറ്റ 0 ആയിരുന്നു. വാട്ട് ഈസ് ദ ഫൈനൽ പിന്നെ പൊട്ടൻഷ്യൽ എനർജി? അത് മൈനസ് ക്യൂ ഡി ഇ സൈൻ തീറ്റ ഫൈനൽ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചേഞ്ച് ഇൻ ദ പൊട്ടൻഷ്യൽ എനർജി എത്രയാ നോക്കൂ. അത് ക്യൂ ഇൻറ്റു ഡി ഇൻറ്റു ഇ ഇൻറ്റു സൈൻ തീറ്റ ഫൈനൽ. ഇതാണ് ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി. Okay, so here potential energy decreases, kinetic energy increases. Delta U is equal to delta K. Change in potential energy. Reduction in potential energy is an increment in the kinetic energy. What kind of kinetic energy? Rotational kinetic energy. And we can see that initially rotational kinetic energy was 0. It was at rest. അപ്പോൾ നമുക്ക് delta U എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം, QDE sin theta final equal to half I omega square എന്ന് എഴുതിയാൽ മതി, because initial angular velocity was 0. So we solved it to get the equation. And what is the moment of inertia of the dipole? Moment of inertia, look here, it is rotating about the center അല്ലേ. സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എത്രയാണ്? d/2 ആണ്. ഇതിന്റെ മാസ് എത്രയാണ്? m. ഓരോ ചാർജിന്റെയും മാസ് ഈച്ച് വിത്ത് മാസ് എം ആണ്. ഇതിന്റെ മാസ് എം ആണ്, ഇതിന്റെയും മാസ് എം ആണ്. അപ്പം മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുമ്പം എം ഇൻറ്റു d/2 സ്ക്വയർ ഇൻറ്റു 2 ചെയ്താൽ മതി. എം ഇൻറ്റു d/2 സ്ക്വയർ ഇൻറ്റു 2 ചെയ്യുക, ആൻഡ് ദാറ്റ് വിൽ ഗീവ് യു എം ഡി സ്ക്വയർ ബൈ 2 ആസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 by 1 ചെയ്ത് നോക്കാം. ഓപ്ഷൻ 1 ഓപ്ഷൻ എയിൽ ഓപ്ഷൻ എ നമ്മൾ ചെയ്തു, ഇറ്റ് ഈസ് റോങ്. ഓപ്ഷൻ ബിയിൽ, വാട്ട് ഈസ് ഓപ്ഷൻ ബി? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫൈനൽ ആംഗുലർ വെലോസിറ്റി ഈസ് വാട്ട് യു വാണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫൈനൽ ആംഗുലർ വെലോസിറ്റി, അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എഴുതാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫൈനൽ ആംഗുലർ വെലോസിറ്റി വി ക്യാൻ റൈറ്റ് ക്യൂ ഇൻറ്റു ഡി ഇൻറ്റു സൈൻ തീറ്റ ഫൈനൽ ഈക്വൽ ടു 1/2 ഇൻറ്റു എം ഇൻറ്റു ഡി സ്ക്വയർ ബൈ 2 into omega square. This is the equation. Okay, put the theta final equal to pi by 6. Theta final is pi by 6. So sin pi by 6 will become 1/2. So QDE into 1/2 equal to 1/2 into m d square by 2 omega square. Okay. ഇതിൽ ഡി ക്യാൻസൽസ് ഔട്ട്, വൺ ഓഫ് ദീസ് ക്യാൻസൽ, അതുപോലെ 1/2 ക്യാൻസൽ ഔട്ട് ആകും. ആൻഡ് യു ക്യാൻ സി ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു ഡി ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ എം ഡി കിട്ടും, ഒമേഗ സ്ക്വയർ. പക്ഷെ നമുക്ക് വേണ്ടത് ഒമേഗ ആണല്ലോ, ആൻഡ് ഒമേഗ ഈസ് ദ റൂട്ട് ഓഫ് 2d by md. സോ ഓപ്ഷൻ കറക്റ്റ് ആണ്, ദാറ്റ് ഈസ് കറക്റ്റ്. Next one we can try it for the angle pi by 3 and pi by 4. Okay, and when you do that,
Okay. Theta finally is equal to pi by 3. Then change in kinetic energy of the dipole. See, change in kinetic energy, option 2 option 3 C option change in kinetic energy is equal to change in potential energy ആണ്. And that is given by QDE sin theta. So that is Q into D into E into sin theta എത്രയാണ് തന്നിരിക്കുന്നത്? sin pi by 3 ആണ്. So that is given by sin pi by 3. And that is root 3 by 2 QDE ആണ്. root 3 by 2 QDE ആണ്. And you can see that it is given as 2 root 3. അതുകൊണ്ട് അത് തെറ്റാണ്. Option C is wrong. Option D, the dipole rotates around its center of mass with a constant angular velocity after t greater than t5. See, t5 ഫീൽഡ് സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞു. അപ്പോൾ t5 എത്രയാണോ ആംഗുലർ വെലോസിറ്റി കിട്ടിയത് അതേ വെലോസിറ്റിയിൽ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഫോർ വാട്ട് എവർ ബി ദ ആംഗിൾ, ബട്ട് ഫോർ തീറ്റ ഈക്വൽ ടു പൈ ബൈ 4, തീറ്റ പൈ ബൈ 4 ആണ്. ദ ഡൈപോൾ റൊട്ടേറ്റ്സ് അറൗണ്ട് ഇറ്റ്സ് center of mass with a constant angular velocity after t greater than t5 is a correct statement. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം കറക്റ്റ് ആണ്, രണ്ടെണ്ണം തെറ്റാണ്. എന്നാലും കുഴപ്പമില്ല, രസമുണ്ട് അല്ലേ? ആ ഒരു പിക്ചർ ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സൊല്യൂഷൻ എളുപ്പമാണ്. ഓക്കെ.